നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുവരസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര മഹേശ്വര ഭഗവാനേശ്വര. ഓം ഭഗവതി അമ്മേ ഭഗവതി നമഃ. 2026 വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഭാഗ്യ അനുഭവങ്ങളിലൂടെ ഉണ്ടാകുന്ന ലോട്ടറി ഭാഗ്യം. ഇപ്പോൾ പലരും സ്വാഭാവികമായി ആഗ്രഹിച്ചിരിക്കുന്നത് ലോട്ടറിയിലൂടെ കുറച്ച് ധനം ലഭിച്ചാൽ കൊള്ളാം, ബാധ്യതകളൊക്കെ തീർക്കാൻ അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ കുറച്ച് തുക സമാഹരിക്കുന്നതിനായിട്ടൊക്കെയുള്ള പ്രത്യേകമായിട്ട് ഐശ്വര്യം നിറയുന്ന ലോട്ടറിയിലൂടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. 2026 വ്യാഴൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹം കൊണ്ട്, വ്യാഴം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ധനകാരകനായിരിക്കുന്ന ഗ്രഹമാണ്. ശുക്രൻ അതുപോലെ തന്നെ വിശേഷമായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം നൽകി സാമ്പത്തികവും സമൃദ്ധിദായകവുമായ ജീവിതം നമുക്ക് തരുന്ന ഗ്രഹമാണ് ശുക്രൻ. സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഗ്രഹങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്രതീക്ഷിതമായിട്ട് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന 15 നക്ഷത്രങ്ങൾ. 157 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വാഭാവികമായും ഈ 15 നാളുകൾക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നത്. ലോട്ടറി മാത്രമല്ല, ചില തടസ്സങ്ങൾ മാറി സമ്പത്ത് വരിക, അതുപോലെ വസ്തുവകൾ വാങ്ങിക്കാനുള്ള അനുഗ്രഹം ലഭിക്കുക, വാഹനം വാങ്ങിക്കാനുള്ള അനുഗ്രഹം ലഭിക്കുക എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ധനത്തെയാണ് നമ്മൾ ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ലോട്ടറി ഭാഗ്യം എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരൻ ഉദ്ദേശിക്കുന്ന ലോട്ടറി എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ധനം എന്നാണ്. അതും ഭാഗ്യമാണ്. അതിലുപരി പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ ലഭിക്കുന്ന ധനത്തെ എല്ലാം നമുക്ക് ലോട്ടറി ഭാഗ്യമെന്ന് പറയാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും 2026 മെയ് മാസത്തോടുകൂടി വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധനം വന്നു ചേരുന്ന 15 നക്ഷത്ര ജാതർ, അവരെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കാൻ പോകുന്നത്. വ്യാഴഗ്രഹത്തിൻ്റെയും ശുക്രഗ്രഹത്തിൻ്റെയും സഞ്ചാരത്തിലൂടെ വന്നു ചേരുന്ന ഭാഗ്യ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ആർക്കൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. രോഹിണി നക്ഷത്രത്തിലേക്ക് ശുക്രൻ്റേതായിരിക്കുന്ന അനുകൂല മാറ്റം സ്വാഭാവികമായും വളരെ സാമ്പത്തികമായ ഉയർച്ചയിലേക്കും അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കൾ വാങ്ങുന്നതിലേക്കും ആഡംബരപരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ വ്യവസ്ഥയിലേക്കും എത്തിച്ചേരുന്നതിനുള്ള ഭാഗ്യമാണ്
രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. കാലങ്ങളായി ലഭിക്കും എന്ന് വിചാരിച്ചിരുന്ന ധനം തീർച്ചയായിട്ടും 2026 മെയ് അവസാനിക്കുന്നതിന് മുൻപായിട്ട് വന്നു ചേരും. കാരണം ശുക്രഗ്രഹം അനുഗ്രഹീതമായിരിക്കുന്ന നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ലോട്ടറി ഭാഗ്യം, അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള ഭാഗ്യം, വീടൊക്കെ അലങ്കാരവും മോടി പിടിപ്പിക്കുന്നതിനുള്ള ഭാഗ്യം തുടങ്ങിയവ രോഹിണി നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും. അടുത്തത് മകമാണ്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും വിജയ സാധ്യതയുള്ള കർമ്മ മേഖലകളിലൂടെ ധാരാളം ധനം ആർജിക്കുവാനുമുള്ള ഭാഗ്യമാണ് മകം നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. 2026 വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മകം നക്ഷത്രത്തിന് സൗഭാഗ്യദായകമായിരിക്കുന്ന ജീവിത പശ്ചാത്തലമാണ് വന്നു ചേരാൻ പോകുന്നത്. ലോട്ടറിയുടെ ഭാഗ്യം വന്നു ചേരാം. സ്വാഭാവികമായി 1 2 ലോട്ടറി അല്ല. മകം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ തുകയാണ് എങ്കിലും, എന്നുവെച്ചാൽ തുച്ഛമായ തുകയെന്ന് പറയുമ്പോൾ 5000 അതുമുതൽ മുകളിലോട്ടുള്ള 1 ലക്ഷം 2 ലക്ഷം വരെയൊക്കെയുള്ള ഭാഗ്യത്തിൻ്റെ വ്യവസ്ഥിതി 2026 മെയ്യിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനം വാങ്ങുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വസ്തുക്കൾ വാങ്ങി വീട് വയ്ക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ പേരിൽ കിടക്കുന്ന വസ്തുക്കൾ മകം നക്ഷത്ര ജാതരായിരിക്കുന്ന മക്കളുടെ പേരിലേക്ക് വന്നു ചേരുന്ന വ്യവസ്ഥിതിയും കാണുന്നുണ്ട്. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. കരിയറിലും ധനകാര്യങ്ങളിലും വലിയ പുരോഗമനമുണ്ടാകുന്ന സമയമാണ് 2026 മെയ് മാസം തുടങ്ങി ഡിസംബർ മാസം വരെയുള്ള സമയം ഉത്തരം നക്ഷത്രത്തിന്. മറഞ്ഞ് കിടന്നിരുന്ന ധനഭാഗ്യം ഉത്തരം നക്ഷത്രത്തിലേക്ക് എത്തിച്ചേരും, യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ലോട്ടറിയിലൂടെ നല്ല ഭാഗ്യം വന്നു ചേരാനുള്ള അനുഗ്രഹം ഉത്തരം നക്ഷത്രക്കാർക്കുണ്ട്. 157 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വാഭാവികമായിട്ടും ഈ 15 നക്ഷത്രങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നത്. തീർച്ചയായിട്ടും ഈ 15 നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിനായിരിക്കും വിഷു ബെമ്പർ ഭാഗ്യക്കുറിയുടെ വലിയ സമ്മാനത്തുക ഏറ്റുവാങ്ങുന്നതിനുള്ള ഭാഗ്യം. അതൊരു പക്ഷേ നമ്മളീ പറയുന്ന 15 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന് തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഉത്തരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി ഭാഗ്യമുണ്ട്. ബിസിനസ് മേഖല വളരെ വലിയ തരത്തിൽ പുരോഗമനം പ്രാപിച്ച് ലാഭം എത്തിച്ചേരാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. വസ്തുക്കളിൽ മറഞ്ഞു കിടന്നിരുന്ന നിധി സാന്നിധ്യം ദർശിക്കുവാനുള്ള ഭാഗ്യവും കയ്യിലേക്ക് വരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അമ്മ വക സ്വത്തുക്കൾ അനുഭവിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തരം നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾക്ക് പൊതുവിൽ കർമ്മഫലം അഥവാ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഭാഗ്യഫലങ്ങൾ പൂർണ്ണമായും സമ്പത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥിതിയിൽ വന്നു ചേരും. തൊഴിൽ സാധ്യത വളരെയേറെ ഉള്ള ഒരു നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജന്മത്തിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ ദുഃഖമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഏകദേശം യൗവനം ആരംഭിക്കുന്ന സമയം മുതൽ സ്വാഭാവികമായും വളരെ ഉജ്ജ്വലമായ നിലയിൽ പോകുവാൻ കഴിയുന്ന നക്ഷത്രം കൂടിയാണ് ഉത്തരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകും. ലോട്ടറി ഭാഗ്യവും ബിസിനസ് ഭാഗ്യവും ധനഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്നു ഉത്തരം നക്ഷത്രക്കാർക്ക്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ശനിയുടെയും വ്യാഴത്തിൻ്റെയും ദൃഷ്ടികൾ അനിഴം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവമാണ് വന്നു ചേരാൻ പോകുന്നത്. സ്വാഭാവികമായും അനിഴം നക്ഷത്രം സാമ്പത്തികമായിരിക്കുന്ന വളർച്ചയുടേതായിരിക്കുന്ന ഒരു നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തെക്കുറിച്ച് വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷം കൂടിയിരിക്കുമ്പോഴോ തീർച്ചയായിട്ടും ഈ നക്ഷത്ര ജാതര അതിൻ്റെ നക്ഷത്ര വ്യവസ്ഥയെ വിചിന്തനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥകൾ തടയപ്പെടുന്നത് എവിടെ എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ലോട്ടറി ഭാഗ്യം, അതുപോലെ തന്നെ ബിസിനസ് വമ്പൻ തരത്തിൽ വിജയിച്ചു പോകാനുള്ള ഭാഗ്യം, വസ്തുക്കൾ വാങ്ങാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വളരെയധികം
പ്രശസ്തനാകാനും ഭാഗ്യം അനുഭവിക്കുവാനുള്ള വ്യവസ്ഥ അനിഴം നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾക്കുണ്ട്. അടുത്തത് രേവതി നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായി ധനം അഥവാ പണം വന്നുചേരാൻ ഭാഗ്യമുള്ള നക്ഷത്രമാണ് രേവതി. തീർച്ചയായിട്ടും കലാ, കായിക, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലൊക്കെ നേതൃത്വ സ്ഥാനം അലങ്കരിക്കുവാനുള്ള വലിയ ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലോട്ടറി പോലെയുള്ള വമ്പൻ തുകകൾ സമ്മാനമായി ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ കിട്ടില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചിരുന്ന ധനം ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിരിക്കുന്ന ലോട്ടറി ഭാഗ്യത്തിൻ്റെതായ അനുഗ്രഹം സിദ്ധിച്ച നാൾ തന്നെയാണ് രേവതിയും. ഈ പറഞ്ഞ വിഷുബെമ്പർ ഭാഗ്യക്കുറി ഉൾപ്പെടെയുള്ള ഭാഗ്യക്കുറിയിൽ നിന്ന് നല്ല തരത്തിൽ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന അനുഗ്രഹീത നക്ഷത്രജാതരാണ് രേവതി നക്ഷത്രജാതർ. അതായത് വിഷുബെമ്പർ ഭാഗ്യക്കുറി ഉൾപ്പെടെയുള്ള ധാരാളം ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരാൻ വിധിയുള്ളവരാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ. എല്ലാം കൊണ്ടും 2026 ഇവരുടെ ഭാഗ്യവർഷമായിട്ട് കണക്കാക്കാൻ കഴിയും. അടുത്തത് അശ്വതി നാളാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ധനം കൈകളിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നു. അതുപോലെ തന്നെ അപൂർവങ്ങളായ ഭാഗ്യത്തിനുള്ള വിധിയും കാണുന്നുണ്ട്. ലോട്ടറി പോലെയുള്ള വമ്പൻ തുകകൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ വളരെ ഉയരങ്ങളിലേക്ക് എത്തുന്നതിനായിട്ടുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള സഞ്ചാരത്തിനും വിദേശ രാജ്യത്തിലുള്ള ജോലിക്കും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിചാരിച്ചിരിക്കാത്ത അവസരങ്ങളിൽ ധാരാളം ധനം ലോട്ടറിയിലൂടെയും മറ്റും കിട്ടുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അത്യപൂർവമായിരിക്കുന്ന ലോട്ടറി ഭാഗ്യം ഈ നാളുകാർക്ക് സിദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗ്യമായിരിക്കുന്ന അനുഭവം ധാരാളം ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരും. അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി കുറച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന നക്ഷത്രമാണെന്ന് പറയേണ്ടി വരുന്നു. ആ നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾക്ക് സൗഭാഗ്യം വന്നു ചേരുമ്പോൾ സ്വാഭാവികമായും മാനസിക ഉല്ലാസത്തിനും ആഹ്ലാദത്തിനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. തീർച്ചയായും ഈശ്വരൻ്റേതായിരിക്കുന്ന കടാക്ഷവും അനുഗ്രഹവും ലഭിക്കുന്ന നാളാണ് അശ്വതി നക്ഷത്രം. വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹ വ്യവസ്ഥയിൽ ലഭിക്കുന്ന സാമ്പത്തികം ധാരാളമായി വന്നു ചേരാനുള്ള ഭാഗ്യം അശ്വതി നക്ഷത്ര ജാതർക്കുണ്ട്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. കുടുംബപരമായി ലഭിക്കേണ്ട വസ്തുക്കളോ അതുപോലെ തന്നെ സമ്പത്തോ തീർച്ചയായിട്ടും ഈ നാളുകാരിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ഈ നാളുകാരുടെ താമസ സ്ഥലത്ത് മംഗളകരമായ കാര്യങ്ങൾ നടക്കും. പുണർദം നാളുകാർ വസിക്കുന്ന വീട്ടിൽ വസ്തുക്കളൊക്കെ വന്നു ചേരും. സ്വർണ്ണ വ്യവസ്ഥകൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വസ്ത്രങ്ങൾ, പുതുവസ്ത്രങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിവാഹത്തിനൊക്കെ തടസ്സമുണ്ടായി നിന്നിരുന്ന യുവതി യുവാക്കൾക്ക് വിവാഹത്തിനുള്ള സമയം എത്തിച്ചേർന്നു. അതുപോലെ തന്നെ തൊഴിൽ തടസ്സം ഉണ്ടായിരുന്ന യുവതി യുവാക്കൾക്ക് ആ തടസ്സം മാറി സാമ്പത്തികമായി ഭദ്രത നേടുന്നതിനുള്ള തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും ഈ അവസരത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. 157 വർഷങ്ങൾക്ക് ശേഷമാണ് പുണർദം നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ വലിയ ഭാഗ്യം വരുന്നത്. നക്ഷത്രനില വിചിന്തനം ചെയ്ത് തങ്ങളുടേതായിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കുക. ദോഷവശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊഴിച്ച് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക. വമ്പൻ ഭാഗ്യത്തിൻ്റെ ഉടമകളായി ഈ നക്ഷത്രക്കാർ മാറുക തന്നെ ചെയ്യും. പുണർദം നക്ഷത്രക്കാർ അത്രയേറെ ഭാഗ്യം ചെയ്തവരാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. കലാപരമായ മേഖലയിൽ നിൽക്കുന്നവർക്കും ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കും വമ്പൻ സാമ്പത്തിക നേട്ടമുണ്ടാകും. കലാപരമായ വ്യവസ്ഥിതികളിൽ മുന്നോട്ട് നീങ്ങുന്ന കലാകാരന്മാരായ ആൾക്കാർക്ക് സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും പ്രശംസാപത്രങ്ങളും സാമ്പത്തിക മേൽക്കോയ്മയും ഉണ്ടാകും എന്ന് പറയുന്നതിൽ യാതൊരു തടസ്സവുമില്ല. തീർച്ചയായിട്ടും 157 വർഷങ്ങൾക്ക് ശേഷം വന്നു ചേർന്നിരിക്കുന്ന ലോട്ടറി ഭാഗ്യം ഈ നാളുകാരെ പൂർണ്ണമായും ഏറ്റെടുക്കുമെന്നുള്ളതാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും
അതുപോലെ തന്നെ തൊഴിൽ മേഖലയാണെങ്കിലും സമൃദ്ധിയുടേതായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. വിഷുബമ്പർ ഭാഗ്യക്കുറി ഉൾപ്പെടെയുള്ള വമ്പൻ സമ്മാനങ്ങൾ എത്തിച്ചേരാൻ കഴിയുന്ന ഭാഗ്യക്കുറിയിൽ നിന്ന് തെറ്റില്ലാത്ത തരത്തിൽ സമ്പത്ത് വന്നു ചേരുന്ന വ്യവസ്ഥിതിയും പൂരം നക്ഷത്ര ജാതരിൽ കാണുന്നുണ്ട്. അടുത്തത് ചിത്തിരയാണ്. ചിട്ടയായ നിക്ഷേപങ്ങളിലൂടെ ഭാഗ്യദായകമായ അനുഭവം വന്നു ചേരുന്ന നക്ഷത്രമാണ് ചിത്തിര. സ്വാഭാവികമായും 2026 എന്ന് പറയുന്ന വർഷം ചിത്തിര നാളുകാർക്ക് ഭാഗ്യദായകമായ വർഷം തന്നെയാണ്. കാരണം 2026 ഉദയം ചെയ്യുന്ന യോഗങ്ങളിൽ പലതും അനുഭവിക്കുവാൻ വിധിയുള്ളവരാണ് ചിത്തിര നക്ഷത്രക്കാർ. ലോട്ടറി ഭാഗ്യം, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ കുടുംബപരമായ സ്വത്ത് അനുഭവിക്കുവാനുള്ള ഭാഗ്യം, വിദേശ രാജ്യത്തിലേക്ക് പോകുവാൻ ആരും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഭാഗ്യമായിരിക്കുന്ന വഴി തുറക്കുന്ന സമയം, തീർച്ചയായും ദൈവിക കാര്യങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥതയോടെ പങ്കെടുക്കുന്ന നക്ഷത്രമാണ് ചിത്തിര. ആയതുകൊണ്ട് തന്നെ ഭഗവത് സാന്നിധ്യങ്ങളുടെ അനുഗ്രഹം പൂർണ്ണമായും വന്നു ചേരുന്ന വ്യവസ്ഥിതിയും ചിത്തിര നാളുകാർക്കുണ്ട്. ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വ്യാഴൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരാൻ കഴിയുന്ന എല്ലാ ഭാഗ്യങ്ങളും ചിത്തിര നാളുകളിലേക്ക് വരും. ലോട്ടറി ഭാഗ്യം അത് സ്വദേശവും വിദേശവും, വിദേശത്തു നിന്ന് വമ്പൻ തുകയുടെ ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. വിദ്യാഭ്യാസപരമായും കാർഷികപരമായും വളരെ വളരെ ഉയർച്ചയും സമ്പത്തും ചിത്തിര നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും. ഏറ്റെടുക്കുന്ന എല്ലാ വ്യവസ്ഥകളിലും തെറ്റില്ലാത്ത വരുമാനം ഉണ്ടാക്കിയെടുക്കുവാൻ ചിത്തിര നാളുകാർക്ക് കഴിയും. തീർച്ചയായിട്ടും നല്ല സൗഹൃദങ്ങളിലൂടെ ഉണ്ടാകുന്ന ധന വ്യവസ്ഥിതികൾക്കുമൊക്കെ അനുഭവ യോഗ്യമായ സമയമാണ് ഇത്. അതുകൊണ്ട് തന്നെ 2026 ഒരു ഭാഗ്യവർഷമായിരിക്കും ചിത്തിര നാളുകാരുടെ. അടുത്തത് വിശാഖമാണ്. കർമ്മ രംഗത്തെ നേട്ടം സാമ്പത്തിക ഭദ്രത കൊടുക്കും എന്നുള്ളതാണ്. ജോലി മേഖല ഏതാണെങ്കിലും അതിലൂടെ ലഭിക്കുന്ന തുക കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ സർക്കാർ മേഖലയിൽ നിന്ന് ലഭിക്കുവാൻ ഇടയുള്ള ധനം ഉടൻ തന്നെ വന്നെത്തുക തന്നെ ചെയ്യും. ലോട്ടറി പോലെയുള്ള ഭാഗ്യത്തിന് അനുഗ്രഹമുള്ള സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. വിശാഖം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അതായത് വാഹനങ്ങളുടെ വിൽക്കൽ വാങ്ങൽ വളരെയധികം ഭാഗ്യദായകമാണ്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖല ഭാഗ്യദായകമായ ഒരുപാട് അനുഭവങ്ങൾ ഇവർക്ക് നൽകും. ബിസിനസ്സുകളിലൂടെ സമ്പത്തിൻ്റെ വളരെ ഉയരങ്ങളിലെത്തുവാൻ വിശാഖം നക്ഷത്രക്കാർക്ക് കഴിയുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും 2026 ഡിസംബർ മാസത്തോടുകൂടി അവസാനിക്കുന്നതിന് മുൻപായി സാമ്പത്തിക നിലയുടെ ഒരു വമ്പൻ ശേഖരണം തന്നെ വിശാഖം നക്ഷത്രക്കാർക്ക് വന്നു ചേരും. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, മംഗളകരമായ ധാരണകൾക്കുള്ള ഉയർച്ച, എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും വളരെ ഭാഗ്യത്തിൻ്റെയുമായ ഒരു വർഷമായിരിക്കും വിശാഖം നക്ഷത്രക്കാർക്ക് 2026. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. ഭാഗ്യ ദേവതയുടെ കടാക്ഷം മെയ് മാസം മുതൽ പൂരാടം നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുകയാണ്. 2026 ഡിസംബർ മാസം വരെയുള്ള സമയങ്ങളിൽ ഭാഗ്യദേവതയായിരിക്കുന്ന മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ടും അനുഗ്രഹം കൊണ്ടും വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തുവാൻ ശേഷിയുള്ള നക്ഷത്രജാതരാണ് പൂരാടം നക്ഷത്രജാതർ. കുടുംബപരമായിരിക്കുന്ന സമാധാനത്തിനും ദാമ്പത്യപരമായിരിക്കുന്ന സമാധാനത്തിനുമൊക്കെ വിധിപരമായി വഴി നന്നായി തെളിയുന്നുണ്ട്. ഈശ്വരീയമായ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. മറഞ്ഞു കിടക്കുന്ന ധനം പോലും ലഭിക്കുന്നതിനായിട്ടുള്ള ഭാഗ്യം പൂരാടം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. മാനസികമായി കുറച്ചൊക്കെ അസ്വസ്ഥത വന്നു ചേരുമെങ്കിലും സാമ്പത്തികമായ വ്യവസ്ഥിതിയിൽ വളരെയധികം ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന സമയമാണ് 2026 മെയ് മാസം മുതൽ. ഭാഗ്യക്കുറി ഭാഗ്യം വന്നു ചേരുന്നു, ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു. അധികം വലുതും ചെറുതുമല്ലാത്ത തുക കൈകളിലേക്ക് ലോട്ടറിയിലൂടെ വന്നു ചേരുന്നതിനുള്ള വ്യവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലെ ഐശ്വര്യം, വളർച്ച, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹ പൂർത്തീകരണം, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം തുടങ്ങി ധനപരമായ മേന്മ ധാരാളം വന്നു ചേരുന്ന സമയമാണ് പൂരാടം നക്ഷത്രക്കാരുടെ
2026. അടുത്തത് തിരുവോണം നാളാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകും. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വളരെ ഉയർച്ചയുണ്ടാവും. വിദ്യാഭ്യാസപരമാണെങ്കിലും കാർഷികപരമാണെങ്കിലും വിദേശപരമാണെങ്കിലും വളരെ വളരെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് 2026 മെയ് മാസം മുതൽ. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത്രയും നേടിയെടുക്കുവാനും നിർവഹിക്കുവാനും കഴിയും. മുടങ്ങിക്കിടന്നിരുന്ന പല ഭാഗ്യ പദ്ധതികളും തുടർച്ചയായി വന്നു ചേരും. ഭാഗ്യദായകമായ അനുകൂല നിമിഷങ്ങൾ ധാരാളമായി തിരുവോണം നക്ഷത്രക്കാരെ തേടിയെത്തും. ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് വിചാരിച്ചു കിടന്ന ധനം തിരികെ എത്തും. അത്രത്തോളം ഭാഗ്യദായകമായിരിക്കുന്ന അവസരങ്ങളും സന്തോഷങ്ങളും തിരുവോണം നക്ഷത്ര ജാതരെ തേടിയെത്തും. ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ 2026 വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ചേർച്ചയാൽ അല്ലെങ്കിൽ രാശിമാറ്റ വ്യവസ്ഥിതികളിലൂടെ ഉണ്ടാകും. തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 ശേഷം തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല. അത്രത്തോളം സാമ്പത്തിക നിലവാരത്തെ ഉയർത്തിയെടുക്കുവാൻ 2026 സാധ്യമാകും. ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും. അടുത്തത് ചതയം നക്ഷത്രമാണ്. പെട്ടെന്നുള്ള ധനലാഭത്തിന് ഗൃഹസ്ഥിതി അനുകൂലമാണ്. മുടങ്ങിക്കിടന്ന പല വ്യവസ്ഥിതികളും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കടബാധ്യതകളിൽ നിന്ന് ഒഴിവായി വളരെ ആഹ്ലാദത്തോടു കൂടി ജീവിക്കുവാൻ കഴിയുന്ന വ്യവസ്ഥിതികൾ എത്തിച്ചേരും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നു. വാഹനങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം, വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം, വിദ്യാർത്ഥികളായുള്ളവർക്ക് ഉന്നത പഠനത്തിനുള്ള യോഗ്യത ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സമയമാണിത്. യാത്രകളിലൂടെ ഭാഗ്യം, സൗഹൃദങ്ങളിലൂടെ ഭാഗ്യം തുടങ്ങി പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിൽ സമ്പത്ത് വന്നു ചേരുന്ന സമയമാണ് ചതയം നക്ഷത്രക്കാർക്ക്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. സാമ്പത്തികമായ മേൽക്കോയ്മ, കലാപരമായ മേൽക്കോയ്മ തുടങ്ങിയവയെല്ലാം ശുക്രഗ്രഹത്തിൻ്റെതായിരിക്കുന്ന അനുഭവത്തിൽ എത്തിച്ചേരും. സാമ്പത്തികമായ വളർച്ച വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രക്കാരെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ തൊഴിൽ സാധ്യത തെളിയുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനും ധനമുണ്ടാക്കുന്നതിനുമായിട്ടുള്ള വ്യവസ്ഥിതികൾ തെളിയുന്നു. അതുപോലെ തന്നെ രോഗദുരിതങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലും ഈ നാളുകാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. സാമ്പത്തികമായി വളരെ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരുകയും സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യും. പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുന്നതിനുള്ള ഭാഗ്യം ഉത്രട്ടാതി നക്ഷത്രക്കാരിലുണ്ട് എന്നുള്ളതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ഇടവം രാശിയിൽ നിലനിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ വളരെ ഉന്നതങ്ങളായ നിലവാരത്തിലേക്ക് സാമ്പത്തിക അടിസ്ഥാനത്തിൽ എത്തിച്ചേരും. ബിസിനസ് മേഖല വളരെയധികം ഉയരും. പുതിയ ബ്രാഞ്ചസുകൾ പോലും സ്ഥാപിക്കുവാൻ കഴിയുന്ന തരത്തിൽ ബിസിനസ് മേഖല വളരും. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിൽക്കുന്നവർക്ക് ധാരാളം അനുഭവ സമ്പത്തും ധനസമ്പത്തും വന്നുചേരും. ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ കാർത്തിക നക്ഷത്രക്കാരെ തിരക്കി വരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ കലാ, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾക്ക് ഭാഗ്യത്തിൻ്റെതായിരിക്കുന്ന ഒട്ടനവധി തുടർ കഥകൾ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ലോട്ടറി പോലെയുള്ള ഭാഗ്യത്തിൻ്റെതായ വലിയ തുകകൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു. 187 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളീ പറഞ്ഞ 15 നക്ഷത്രങ്ങൾക്കും ലോട്ടറിയുടെ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത്. തീർച്ചയായും ഒന്നല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ വമ്പൻ സാമ്പത്തിക സാധ്യതയിലൂടെ സന്തോഷത്തോടെ കുതിച്ചു പോകുന്നതിനായിട്ട് കഴിയും. അതുപോലെ തന്നെ അഷ്ടമ ശനി, കണ്ടക ശനി തുടങ്ങിയ ശനി വ്യവസ്ഥകൾ നിൽക്കുന്ന നക്ഷത്രജാതർ ശനി ദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ടുള്ള വഴിപാട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോവുക, അല്ലെങ്കിൽ സാമ്പത്തികമായ വ്യവസ്ഥയ്ക്ക് തടസ്സമുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ശനി ദോഷ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഈ പറഞ്ഞ 15 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രമുണ്ടെങ്കിൽ ശനിദോഷ പരിഹാരം ചെയ്ത് മുമ്പോട്ട് പോവുക. കൈ നിറയെ ധനം എത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യമാണ്. 187 വർഷങ്ങൾക്ക് ശേഷം വന്നു ചേർന്നിരിക്കുന്ന വ്യവസ്ഥയാണ്. അതിനായി ധനം കൂടുതലൊന്നും ചെലവഴിച്ച് നഷ്ടപ്പെടുത്താതെ ഇരിക്കുക. ചൊവ്വ, വെള്ളി തുടങ്ങിയ ദിവസങ്ങളിൽ, അത്യാവശ്യമെങ്കിൽ ബുധൻ ദിവസങ്ങൾ കൂടി
ഒന്നോ രണ്ടോ ഭാഗ്യക്കുറികൾ എടുക്കുക. അത് നിങ്ങൾക്ക് ഭാഗ്യദായകമായി വന്നു ചേരും. അല്ലാതെ ജ്യോതിഷ വ്യവസ്ഥയിലൂടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കടം വാങ്ങി ലോട്ടറി എടുക്കണമെന്ന് ഞാൻ പറയില്ല. തീർച്ചയായും ഞാൻ പറഞ്ഞ ദിനങ്ങളിൽ മാത്രം ലോട്ടറി എടുക്കുക. അത് ഒന്നോ രണ്ടോ. അതുപോലെ തന്നെ ശനി ദേവ പ്രീതിക്ക് വേണ്ടിയുള്ള വ്യവസ്ഥകൾ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുക. മഹേശ്വര ക്ഷേത്രത്തിലേക്ക് പോയി മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ നാഗക്ഷേത്രങ്ങളിലെ പൂജാകർമ്മങ്ങൾ. അല്ലാതെ ഭാഗ്യം വരുന്നു എന്ന് കേൾക്കുമ്പോൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഭാഗ്യത്തിൻ്റെ വഴികളിൽ എവിടെയെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, ഇത് ഓരോ നക്ഷത്രത്തിൻ്റെയും പൊതുവായ ധാരണയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ പുണർന്ന നക്ഷത്രത്തിൽ ഭാഗ്യമുണ്ടെങ്കിൽ ആ ജനന സമയം കൊണ്ട് ആ ഭാഗ്യം ഇല്ലാതായാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ നക്ഷത്രത്തിനും ഭാഗ്യസമയമുണ്ട്, ഭാഗ്യമില്ലായ്മ സമയവും ഉണ്ട്. ആ ഭാഗ്യമില്ലായ്മ സമയത്തെ മാറ്റി ഭാഗ്യം തരുന്നതിനായിട്ട് ദൈവികമായിരിക്കുന്ന പ്രാർത്ഥനകളും അതുപോലെ തന്നെ പൂജാകർമ്മങ്ങളും അനിവാര്യമാണ്. അതിനായി കിട്ടുന്ന സമയത്തൊക്കെ ക്ഷേത്രത്തിൽ പോവുക, ദർശനം നടത്തുക, ഭഗവത് സാന്നിധ്യങ്ങളോട് ഹൃദയം തുറന്ന് ദുഃഖങ്ങളും സന്തോഷങ്ങളും പറയുക. അതിൽ നിന്ന് മോചനമുണ്ടാവുകയും സന്തോഷം കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഈ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ഈശ്വരീയമായ അനുഗ്രഹം ആവശ്യമാണ്. ആയതിനാൽ നമുക്കുള്ള സമയത്തൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക. എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.